പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ആരായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ? മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 ജനിക്കുകയും 1994 ജൂലൈ 5 മരണമടയുകയും ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീർ മലയാളക്കരക്ക് ഒരിക്കലും മറക്കാനാവാത്ത സാഹിത്യകാരനായിരുന്നു. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ജനകീയനായ ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ. പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരൻ, മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. അറബ് നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിൽ കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. ബഷീറിന്റെ കൃതികൾ വളരെ മനോഹരമായിരുന്നു. പ്രേമലേഖനം, ബാല്യകാലസഖിയും, പാത്തുമ്മയുടെ ആട്, ഇങ്ങനെ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോകത്ത് തന്നെ പ്രസിദ്ധമായ അനവധി നോവലുകളും ഉണ്ടായിട്ടുണ്ട്. ബഷീർ ഇന്നും ജീവിക്കുന്നു ജനമനസ്സുകളിലൂടെ, സാഹിത്യത്തിലൂടെ, പുസ്തകങ്ങളിലൂടെ.